അവിടെ പെരിന്തിക്കര മലയേരി ഉണ്ടാകും വന്നേക്കുവാണ്. ഇവിടുത്തെ മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുത്ത് സ്ഥലം വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്, കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആ കാടൊക്കെ വെട്ടാൻ വേണ്ടി ഇപ്പോൾ JCB വരും. JCB ഇപ്പം തന്നെ വരും. അതുകൊണ്ട് കുറേ കാടുകളും കുറ്റിച്ചെടികളും അത് ഇതൊക്കെ നിൽപ്പുണ്ട്. അതൊക്കെ വെക്കാനും നിരപ്പാക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ JCB വരേണ്ടത്. കണ്ടോ എന്ത് പൊക്കത്തിലാണ് മണ്ണിരിക്കണം. ഈ പൊക്കത്തിൻ്റെ താഴെ ഈ താഴ്ത്തുനിന്നാണ് ഈ മണ്ണെടുത്തേക്കുന്നത്. അത്രയും പൊക്കത്തിൽ ഞങ്ങളുടെ സ്ഥലം ഉണ്ടായതായിരുന്നു. ഇവിടുന്ന് ഇപ്പുറത്തേക്ക് കാണുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ അമ്മായിയുടെ വീടായിരുന്നത്. അപ്പോൾ അമ്മായിയുടെ സ്ഥലവും ഞങ്ങളുടെ സ്ഥലമാണ് മണ്ണെടുത്തത്. അപ്പോൾ ഇവിടെയും വീടില്ല. വീടൊക്കെ അവർ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ സ്ഥലം അങ്ങനെ വെറുതെ കിടക്കുക. അവിടുന്ന് JCB എൻ്റെ കയറ്റം കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവഴിയാണ് ഇറക്കണം അല്ലേ? കേരളിന്റെ കുറ്റിയില്ലേ? കേരളിന്റെ കുറ്റി ഇവിടെ ഇട്ടേക്കണ കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം വെക്കാൻ പറ്റാതെ ആയത്. അതുകൊണ്ടാണ് കൃഷി ചെയ്യാന്ന് ഓർത്തോണ്ടിരിക്കുന്നത്. കണ്ട് ഇത്രയും പൊക്കത്തിൽ നല്ല നിരപ്പായി നിന്ന സ്ഥലം. ഇവിടെ ഇഷ്ടം പോലെ മരങ്ങളും മറ്റേ കുറേ ചെടികൾ എന്തൊക്കെ ഇഷ്ടം പോലെ ചെടികളും ഞങ്ങളുടെ പശുവിനും കാളനെയൊക്കെ ഇവിടെ അഴിച്ചിട്ട് തീറ്റാനും കെട്ടാനൊക്കെ നല്ല സൗകര്യമുള്ള സ്ഥലമായിരുന്നു ഇവിടെ. ഇപ്പം മണ്ണെടുത്ത് കുഴിച്ചിട്ട് ഇവിടെ അത് ഇത്രയും താഴ്ചയിലാണ് ഇവിടെ മണ്ണെടുത്തേക്കുന്നത്. ഞങ്ങളുടെ സ്ഥലം ഇവിടെ വീട് ഇഷ്ടം പോലെ ഞങ്ങൾ 6 മക്കളും അച്ഛനും അമ്മയും താമസിച്ച ഇതാണ് കേരളിൻ്റെ പോസ്റ്റ് ഇട്ടാണ്. ഇത് 2 പോസ്റ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. പോസ്റ്റ് ഉണ്ടോയെന്ന് അറിയില്ല. അതുവഴിയാണ് കേരളയിൽ വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സ്ഥലം വിൽക്കാൻ പറ്റാതെ ആയിപ്പോൾ. ഞങ്ങളുടെ സ്ഥലവും കണ്ടോ അവിടെ അതാത് ഭാഗങ്ങളിൽ ഇതുപോലെ കൂട്ടി വെച്ചേ ഒരിച്ചിരി വലിച്ച ഈ ഇവിടെ പച്ചപ്പ് എപ്പോഴേ ഇവിടെ കല്ലുണ്ടല്ലോ, വേറൊരു കല്ല്. അവിടെ ഇതൊന്നും പറ്റില്ല. മൂടിപ്പോയി. അന്ന് എത്ര കോൽ താഴ്ചയായിരുന്നു. എത്ര കോൽ താഴ്ചയിൽ പണക്കാ നമ്മള്. ഇതായിരുന്നു ഞങ്ങളുടെ പഴയ കിണർ. ഞങ്ങളുടെ കിണർ ഇതായിരുന്നു. കിണർ മൊത്തം മൂടി. ആദ്യത്തെ മണ്ണിൽ ഇപ്പം തന്നെ കിണർ മൂടി. അതിങ്ങനെ താഴത്തോട്ട് പോയി. പിന്നെ മിക്കവാറും ഇവിടെ തന്നെയായിരുന്നു, തറവാട്ടിൽ തന്നെയായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ അങ്ങോട്ടേക്ക് പോകും. ഇങ്ങനെ ഇവിടെ കളിച്ച് വളർന്നൊക്കെ ആയിരുന്നു കുട്ടിക്കാലം. നമുക്ക് ആ വീട് ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ വല്ലപ്പോഴും വന്ന് എല്ലാവർക്കും ഒരുമിച്ച് കൂടി അല്ലെങ്കിൽ പോകാമായിരുന്നു. ഞങ്ങൾ ചെറുപ്പം മുതലുണ്ടായ വീട് സ്ഥലമാണ്. വീടില്ല, വീടൊക്കെ പൊളിച്ച് ഞങ്ങൾ 6 മക്കളും ഒരുമിച്ച് താമസിച്ചിട്ടിരുന്നൊരു വീടാണ്. അച്ഛനും അമ്മയും താമസിച്ചിട്ടിരുന്നത് കണ്ട് ആ ഭാഗത്തായിരുന്നു ഞങ്ങളുടെ വീട്. മരമായിരിക്കില്ല, അവിടെയായിരുന്നു. അപ്പുറത്തെ ഒരു കിണർ, ആ കിണർ അവിടെയായിരുന്നു. പിന്നെ ഇവിടെ ഓരോ തൊട്ടികൾ പോലെ തിരിച്ച് വെച്ചേക്കുന്നതായിരുന്നു. ഇതാണ് ഇവിടുന്ന് കണ്ടോ അത്ര പൊക്കത്തിൽ ഇരുന്ന മണ്ണാണ്. ആ മണ്ണ് ഇത്ര വെച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ പൊക്കമുണ്ട്. ആ പൊക്കത്തിൽ വരെ നിരപ്പായി തട്ട് പോലെയാണെങ്കിൽ നല്ല മുകളിൽ തന്നെ നല്ല നിരപ്പായിട്ടിരുന്ന സ്ഥലം. പിന്നെ അമ്മായി മുട്ടൊക്കെ ഞങ്ങളെന്താ എന്തെല്ലാം സാധനങ്ങളുണ്ടായി. എന്തായാലും മരങ്ങളുണ്ടായിരുന്നു. മരങ്ങൾ ഇഷ്ടംപോലെ ചെടികൾ
അശോകച്ചെത്തി, കപ്പ, കപ്പ, റബ്ബർ, റബ്ബർ എന്ന് വേണ്ട കുറേ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വൃക്ഷങ്ങളൊന്നുമില്ല, എല്ലാം മണ്ണെല്ലാം എടുത്ത് നിരപ്പാക്കിയിട്ട് കാടൊന്ന് കളഞ്ഞു. ആ അതെ പറഞ്ഞേ ഇടയ്ക്ക് കാണാനോ. പോയതായിരുന്നു തിരുന്നരുന്നത്. ആണോ? ആ ഞാൻ പണിക്ക് പോയതന്നേ. എവിടെയായിരുന്നു? പണി കല്ലാത്ത കാലത്തെ പണിയൊന്നും അല്ല, ഇതാണ് പണത് അന്ന് എന്നതൊക്കെ തീർപ്പിൻ്റെ ഉള്ള. അതാണ് ഇപ്പോഴത്തെ ബുദ്ധിമുട്ട്. അതെന്താ കണ്ണടച്ചിരിക്കണം. കണ്ണടക്കല്ലേ, കണ്ണ് തുറക്ക്. എന്തായിരുന്നു പണി? എന്തായിരുന്നു? തൊഴിലുറപ്പിനെ കുറിച്ച് എന്താണ് സംസാരിക്കാൻ? എത്ര തച്ച് വേണത്? 6 തച്ച്. ഒരു ഷീബ അങ്ങോട്ട് പോയി രാവിലെ സ്വന്തക്കാരെ കിട്ടിയാണ്ട് ബൗത്തീസ് കണ്ടിട്ടുണ്ട്. ബൗത്തീസിന് പോയേക്കണ്. ബൗത്തീസ് ആ സ്വന്തക്കാരൻ. അവസാന സ്റ്റേജ് സംഗതി മുകളിലേക്ക് പോകേണ്ട സമയമാകുമ്പോഴേ അറിയുള്ളൂ, അല്ലാതെ അറിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മഞ്ഞപ്പിത്തം എന്നാണല്ലോ കുഴപ്പമില്ല. പറ്റാത്തവർക്ക് വാഴ മാത്രം വെച്ചാൽ മതി. ഈ കൊല്ലത്തെ ഒരുമിച്ച് പോട്ടെ അല്ലേ? ആ അത് ഫോനില്ലെന്നേ, ആ കുത്തി വീണ് കിടക്കുക. എനിക്ക് അയ്യോ ഞാൻ എന്തോരം വലിയ വലിച്ചെന്നറിയാമോ? കൊച്ചിച്ചിരി അരിവാള് നല്ല മൂർച്ച. അല്ല കൊച്ചിച്ചിരി അരിവാള് നല്ല മൂർച്ചയുണ്ട്. ആ ഇത് കാച്ചിട്ടുണ്ടാ. ആ പിടിക്കണുണ്ടല്ലോ, എനിക്ക് വേറെ പണിയില്ലല്ലോ. കൊച്ചി അതിൻ്റെ മുകളിൽ കയറി നോക്കിയില്ല. ആ കൊച്ചാഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി വെട്ടാനാണ് പറയണത്, ഒതുക്കാൻ. അതിന് മുകളിൽ കയറാൻ പറ്റുമോ? ഒതുക്കൊന്നും വേണ്ട, അത് ഒതുക്കാൻ വേണ്ട. നമുക്കിപ്പോൾ പണിസ്ഥലത്തേക്ക് ഇപ്പോൾ ഇടാനുള്ളതല്ലേ. ആ അന്നേരം പിന്നെ ഒതുക്കി വെക്കേണ്ട ആവശ്യമില്ല, അവിടെ വെക്കാനുള്ളതല്ലത്. ആ ഒരാൾ പണിത് വിഷമിച്ച് നിൽക്കുകയാണ്. ദേടാ ഒരാൾ മുകളിൽ കയറാൻ പോണ്. പിടിക്കണ. അയ്യോ ആ നോക്കി പോണട്ടാ. ആ അത് കുറച്ച് വാങ്ങണ്ടാവുള്ളൂ, പകുതി വെച്ച്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്തോരം വിറക് ഓടിച്ചിട്ടുണ്ടായിരുന്നല്ലേ, എന്തോരം വിറക്. ഞാറക്കുറ്റിയൊക്കെ കൊച്ചി വെച്ചങ്ങോട്ട് ഓടിക്കണ കണ്ടാലല്ലോ പറിച്ചെടുക്കണം. ഒരു മലയുടെ സൈഡിൽ ഓർമ്മ ഇടത്ത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പോരുക. ആ കൊച്ചേച്ചി വിറക് ഓടിക്കണതേ ആ മറ്റേ ആ കടയോട് പറിച്ചിടുമല്ലോ. സൈഡിൽ നിന്ന് വിറക് ഓടിക്കാനാണ് ഞങ്ങൾ പറഞ്ഞു അന്ന്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലേ. അപ്പൊ ഒരു കുറ്റി പറിച്ചെടുക്കാൻ പാടാം. പിന്നെ ഇവിളിങ്ങ് വലിച്ചു പറിക്കണ ആന. അന്ന് ആനയാണെന്ന് പറഞ്ഞിട്ടിരുന്നത്. ആന പറിച്ചിടുമ്പോരെ പറിച്ച് തെരുതര മാറ്റിയിടും. പിന്നെ ഞങ്ങൾ വാരി കൂട്ടിക്കൊണ്ടവരുടെ പണിയായിരുന്നു. ഞാനത് എപ്പോഴും ഓർക്കൊണ്ട് ചെയ്യുമ്പോൾ മല കാണുമ്പോൾ അതെ. ആരം കൊച്ചേച്ചി ഇത് രാകാൻ വേണ്ടി കൊണ്ടുവന്നത് കിന്നരം. എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് ചക്കളിലാണ് മഴ പെയ്തത്. അതാണ് ചക്കളി. അതൊന്നിനല്ലേ ചക്ക? ചക്കപ്പഴം നിന്നില്ലേ? ചക്കപ്പഴം നിന്നില്ലേന്ന് അതാ. തിന്നോ പതായിക്കണ്ടേ? മധുരം ഉണ്ടേ പഠിക്കുന്നു ഇല്ലേ ജി? മധുരം കുറവാണല്ലേ? അത് കുഴപ്പമില്ല.
കൊച്ചാനൊന്നും ആ ഞാൻ കൂടെ വെക്കണത് ആ ആ വീട്ടിൽ നിന്ന് അന്നേരം ഇവിടെ ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾ വാഴയും വാഴ വയ്ക്കാനുള്ള സ്ഥലമാണ് ഇവിടെ ഇട്ടേക്കണത്. ഇപ്പോൾ കപ്പക്കൊള്ളിയൊക്കെ നട്ടേക്കണതാണ്. അതിന് വെള്ളം ഒഴുകിപ്പോകാൻ മഴ ആയതുകൊണ്ട് വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാലാണ് ഇട്ടേക്കണത്. ഈ കൊച്ചാനെ അവിടെ ഒരു ചെറിയ കുഞ്ഞ് കുളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുളത്തിൽ നിന്ന് വെള്ളം എടുത്ത് ചെറിയൊരു കുളമാണിത്. മഴ പെയ്യുമ്പോൾ മാത്രമാണ് വെള്ളം കിട്ടുകയുള്ളൂ. ഞങ്ങളുടെ കിണറൊക്കെ മൂടിക്കളഞ്ഞ് അപ്പോൾ ചെറിയൊരു കുളം ഇവിടെ താഴ്ത്തിയേക്കണാണ്. ഇതേ ഇത്രയും വെള്ളമുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് കയറി നിന്ന് വെള്ളം കോരാനുള്ള ഒരു 2 തടിപ്പാലം ഇട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ കൊച്ചാനെ എന്ത് തടിപ്പാലം ഇട്ട് വെച്ചേക്കണേ? സ്വിമ്മിംഗ് പൂള്. സ്വിമ്മിംഗ് പൂളത്? അയ്യോ, ഒരാൾക്ക് ഇറങ്ങി ഇരിക്കാനുള്ള സ്ഥലമുള്ളല്ലോ അത്. അടിപൊളി. ഈ പണി നിർത്തി കഴിയുമ്പോഴേ കയ്യും കാലും കഴുകാൻ വെള്ളമില്ല. അപ്പോൾ ഒരു കുഴി കുത്തുകയാണെങ്കിൽ കയ്യും കാലും കഴുകാനുള്ള വെള്ളം കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ ചെയ്ത പണിയാണത്. പിന്നെ അത് ഈ സമയത്ത് ചെയ്യേണ്ട പണിയല്ല. അത് യഥാർത്ഥ കർഷകൻ മണ്ണിൻ്റെ ഘടന അനുസരിച്ച പണി ചെയ്യണേ. ഞാൻ കൃഷിപ്പണിക്കാരനല്ല, ഞാൻ മേശം പണിക്കാരനാണ്. കൃഷിയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്നാലും നമ്മളെ അച്ഛനും അമ്മയൊക്കെ കൃഷി ചെയ്യണതൊക്കെ താങ്കൾക്ക് അറിയാവുന്നല്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ചെയ്യണത്. നമ്മൾ കർഷകർ തന്നെയാണ് ചെയ്യണത്. അപ്പം ഈ വേനയ്ക്കൊക്കെ നമ്മളിങ്ങനെ കപ്പയ്ക്ക് വാരം കൂമ്പ് കൂട്ടി കഴിയുമ്പോൾ അതേ ടൈപ്പല്ല വേനയ്ക്ക് ചെയ്യുന്ന മോഡല്ല വർഷത്തിയാണ്. വർഷം ചെയ്യുമ്പോൾ കൂമ്പിൾ വട്ടത്തിൽ പൊക്കി ഇങ്ങനെ പൊക്കത്തിൽ കൂട്ടും. ഈ കപ്പ ഇറങ്ങുന്നത് സൈഡിലേക്കാണ്. അപ്പോൾ 2 സൈഡിൽ നിന്ന് മണ്ണ് വെട്ടി കയറ്റണം. അതിനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇതേ നോക്കിയേ ഞാൻ വാരം പണിക്കണ്ടോ. അപ്പോൾ ഈ മുളച്ച് വരുമ്പോൾ അതിലേക്ക് ഇത്തിരി അടുത്ത് പോയോന്നൊരു സംശയം ഉണ്ടല്ലോ. അടുത്തിട്ടൊന്നുമില്ല. ഇത് ഈ നട്ടേക്കുന്നത് ഒരു ഇത്തിരി അടുത്ത് പോയിട്ടുണ്ട്. അതെ, മറ്റേ വലുതായി കഴിയുമ്പോൾ തമ്മിൽ കൂട്ടിരിക്കും. കപ്പാടുമ്പോൾ ഇത്തിരി അകലം വേണം മോളെ. കപ്പയുടെ കൈ തമ്മിൽ കൂട്ടും വരില്ല. ഇതെങ്ങനെ ആക്കി വെച്ചാൽ ഇതിൽ ചേമ്പലാണേ? ചേമ്പാണ്. അപ്പം ഈ അടമണ്ണായതിൻ്റെ പേരിൽ കൂമ്പ് എടുക്കുമ്പോൾ ഈ കൂമ്പ് ഇങ്ങോട്ട് മുകളിലേക്ക് വരണമെങ്കിൽ ഈ മണ്ണ് നനഞ്ഞ കാരണം കൂമ്പിന് മുകളിലേക്ക് വരാൻ പറ്റില്ല. അപ്പം ഞാനത് കൃഷിക്കാരൻ്റെ ചോദിച്ചാൽ മനസ്സിലാക്കി. അപ്പം മുളച്ച് വന്നിട്ട് നമുക്ക് മണ്ണിട്ടിട്ട് കെട്ടി മൂടാം. അല്ല, ഇതിനകത്ത് എന്താണ് ചീര എന്ത് പാവണമെന്ന് പറഞ്ഞു? ചേച്ചി, ചീര പാവണെന്ന് പറഞ്ഞതിനകത്ത് ചീരയാണല്ലേ ഇതിനകത്ത് പാവണേ? ചീരയാണ് ഇതിനകത്ത് പാവണേ. പക്ഷെ ഇത് വെള്ളമാണല്ലോ. ഈ വെള്ളത്തിൻ്റെ അടുത്ത് ചീര പാവണ എങ്ങനെയാ? അല്ല ഇപ്പൊ അത് ശരി. അത് അല്ല, ഇതിപ്പോ ഇവിടെ കിടന്ന ഇതൊക്കെ ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ വെട്ടിട്ട് പറഞ്ഞതൊക്കെ ഇതായി പോയില്ല. അതൊക്കെ ചപ്പും ചവറൊക്കെ ഇന്നലെ ഞാൻ നാത്തനോട് വെട്ടി ഇങ്ങനെ വിറക് മാറ്റിയിട്ട് പിന്നെ അവിടെയുള്ള കൂമ്പിലൊക്കെ എടുത്ത് കുറച്ച് പയറ് നട്ട് വെണ്ട ചീര ഭാഗം കൊണ്ടുകൊണ്ട് ചീര ഞാനോട് വാങ്ങി കഴിഞ്ഞ്. അപ്പൊ ഇത് പയറിന് ഏറ്റവും കുത്താലോ ഈ സാധനം? കുത്താൻ ഇട്ടേക്കണാണ്. നാത്തും കുറച്ച് കപ്പക്കൊള്ളിയൊക്കെ വാരിക്കൊണ്ട് പോവാണ്. ഇത് നടു കപ്പ അരച്ച കൊണ്ടേ കപ്പ അരച്ച കൊണ്ടേ കൊണ്ടുപോകാം, എല്ലാവർക്കും കൂടി കൊണ്ടുപോകാലോ. അതിപ്പോ ഈ മുഴുവൻ സ്ഥലത്ത് ഞങ്ങളുടെ മുഴുവൻ സ്ഥലത്ത് ഞങ്ങളിതേ കപ്പ, വാഴ, ചേമ്പ് അങ്ങനെ പല സാധനങ്ങളോട് നടുകയാണ്. ഞങ്ങൾ 7 അനിയത്തിമാരും നാത്തൂനും 2ാമത്തെ ആങ്ങളും കൂടിയാണ് ഇപ്പോൾ ചെയ്യണത്. ഇളയാങ്ങൾ വന്നിട്ടില്ല. ഞങ്ങളെ വന്നിട്ട് പോയി, ആദ്യം വന്നിട്ട് പോയി. ഇപ്പോൾ ഇവിടെ ഇല്ല, സ്ഥലത്തില്ല. നാത്തൂന് സ്ഥലത്തില്ല. മൂത്ത നാത്തൂനാണ് ഇതേ ആ കപ്പക്കൊള്ളി കൊണ്ട് പോണത്. അതെന്ത് സാധനം? അങ്ങ് കൊടുക്കാനല്ല. അതെന്ത് സാധനം? അതിൻ്റെ അടിയുള്ളത് എള്ള്.
ചായ കുടിക്കാൻ കയറിയേക്കാണ് ഇന്നത്തെ എന്നാ അത് ഒരെണ്ണം തന്നെ. ആ പല്ല് അത് കഴിക്കാൻ പറ്റുമോ? ഞാൻ ഒരു പല്ല് ബാക്കി എടുത്ത് വെച്ചിട്ടാ ചോറ് തന്നെ. എള്ളുണ്ട വേണ്ടേ? ഇച്ചിരി തന്നാ മതി. അതിൻ്റെ പകുതി അങ്ങനെ മുറിച്ചാൽ മതി. പകുതി കാല് ഇതാണ് പണിക്കാരുടെ പണിയെന്നോ. എന്റെ കൈ തന്നെ നോക്കൂ. ഇത് നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട് കേട്ടാ. നല്ല മഴക്കാരാണ്. ഇപ്പം തന്നെ മഴ പെയ്യുന്നു തോന്നുന്നു കേട്ടാ. നമ്മളെല്ലാവരും നനഞ്ഞ് ചീഞ്ഞ് നാശമായി പോവും. എല്ലാം കാണാമോ? പോകണം കാണാം. അതാ മഴ തന്നെ ഉണ്ടാ. ഈ മഴ. മഴയ്ക്ക് മുമ്പ് നമുക്ക് കയറി പോകാം. ഈ കുറെ താത്തി പിടിക്കും. നീ തന്നെ അപ്പോൾ ഇത് 3-4 ദിവസമായാലും നമ്മൾ ഒരാഴ്ച കഴിഞ്ഞല്ലേ? എത്ര ദിവസമായി നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ പണിക്ക് തുടങ്ങിയിട്ട്? പണി തുടങ്ങിയിട്ട് നേരത്തെ പണിയല്ല, ഈ കപ്പ നടാൻ തുടങ്ങിയിട്ട്. ഈ മഴയത്ത് മുളകാരിയൊക്കെ എങ്ങനെയാ? അടുത്ത് എവിടെയാ 2-3 വീട്ടുകാരുണ്ട്. അവരാണ് പകുതി പണിക്ക് പോയി. ചായ കൂടി കഴിഞ്ഞെല്ലാവരും ചായ കുടിച്ചു, ബിസ്ക്കറ്റ് കഴിച്ചു, പഴം കഴിച്ച്. അത് ഇന്ന് സുജാതയുടെ വകയായിരുന്നു ചായയും പലഹാരങ്ങളും. പലഹാരങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. ബിസ്ക്കറ്റ് അതാണ് ഇപ്പൊ ഈ സമയത്ത് കിട്ടുന്നത്. ചക്രം പോലത്തെ ഒരു സാധനം. കപ്പക്കോലൊക്കെ ഇത്ര പൊക്കമായി. ഞങ്ങൾ കപ്പക്കോലിനെ വളമിടുകയാണ്. വിലച്ചി വളമിട്ട് കഴിക്കാം. എന്തൊക്കെ വളമാണത്? കപ്പവളം, ചാരം, എല്ലുപൊടി ഇത്രയും കൂട്ടി അങ്ങോട്ട് ഇടുകയാണ്. എല്ലുപൊടി ഇട്ടാലേ എലി കുത്തില്ല എന്ന് പറഞ്ഞത് ശരിയാണെന്നറിയാൻ ചെയ്യുക കൂടെ. നാത്തൂനെ എന്താ കപ്പനെടുത്താ കപ്പൊക്കെ അതെ. ആ നാത്തൂന് തൂമ്പേന്തി എന്റെ തൂമ്പല്ലേ നിങ്ങൾ തൂമ്പല്ലേ ഉള്ളൂ. കൈക്കോട്ട് എടുക്കണം. അതാ ഞാൻ പറയും, എൻ്റെ ഒരു വലിയ എൻ്റെ കൈക്കോട്ടോ മമ്മട്ടി എന്ന ഓർമ്മ കൂടി കാണുന്നു. ഇതുപോലത്തെ നാത്തൂൻ്റെ മമ്മട്ടിയുടെ അത്ര ഇത്തും കൈക്കോട്ടും. ഇവരുടെയൊക്കെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇവരുടെ അച്ഛൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. മഞ്ചേരി പഴയല്ല കണ്ടായിരുന്നു. യൂട്യൂബില് നോക്കിയപ്പോ കണ്ടായിരുന്നു. അതെ. ഓമനമ്മ എന്റെ വീഡിയോ പിടിച്ചാലേ കിട്ടൂല. നമ്മള് ഒത്തിരി പിടിച്ചെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോ അഭിപ്രായം പറയൂ. ഇങ്ങനെ ഒരു ഇട്ടുള്ളൂ. മഴയുണ്ട്. അയ്യോ അത് കോട്ടെ. തുണിയൊക്കെ എടുത്ത് വെച്ചാ കാരണം സമാധാനമുണ്ട്. പിന്നെ ചായയൊക്കെ കൂടി കഴിഞ്ഞപ്പോഴൊക്കെ കറക്റ്റായി. ക്ഷീണം മാറി. ക്ഷീണമൊക്കെ മാറി. ആ ചായ വേണ്ട സമയത്താണ് വന്നത് അല്ലേ? നമ്മൾ ആ ചായ കുടിക്കുന്ന സമയത്ത് കുടിച്ചില്ലെങ്കിൽ എന്താ പോലെ. അതിന്റെ ഒരു സമാധാനത്തിൽ നിന്ന് വാരം മാടുവാണ്. ശരി, ഓക്കെ. മാധവിയമ്മ പറയൂ. സങ്കട എനിക്കത് തീർന്നിട്ട് വേണം പോകണി. വാരം മാടി തീർന്നിട്ട് വേണം. ഓക്കെ. വല്യമ്മയുടെ 2 വാക്ക് സംസാരിക്കും. എന്താടി ഇവിടെ പറയേണ്ടത്? വല്യമ്മയ്ക്ക് 2 വാക്ക് പറയും. വളം ഇടുവാണ്. കപ്പ നട്ട്, ചേമ്പ് നട്ട്, പയറ് നട്ട്, തെക്കത്തിരിച്ച വളം ഇടുക. എത്ര നാളത്തെ പണിയായല്ലോ ഞങ്ങള്. ഇന്ന് പിന്നെ മഴ പെയ്യാത്തോണ്ട് ഭാഗ്യം. അടി എന്ന് വന്നാലും മഴയാണ്. ഈ മഴ പെയ്തോണ്ട് മണ്ണ് കുഴഞ്ഞിരിക്കല്ലേ? അതെ. കുഴഞ്ഞ് പണിയുന്ന സമയത്തൊക്കെ ഭയങ്കര പുഴയിലായിരുന്നു. വെള്ളം എപ്പോഴും ഒഴിക്കൊണ്ടിരിക്കല്ലേ. ചേനയുടെ സമയം ഇപ്പോഴല്ല. ചേന ഇപ്പൊ നല്ല പറിക്കേണ്ട സമയം. എന്താണോന്നല്ലേ കൂടി പറഞ്ഞോളം പറയാൻ വന്നതാണോ? ഞങ്ങള് അവിടെ ആ സ്ഥലത്തേ പുല്ല് വെട്ടലും പണിയും പിന്നെ വാഴ വെക്കല് കപ്പക്കോലൊക്കെ നടലായിരുന്നു. ഈ മഴയത്തായിരുന്നു. കപ്പക്കോല് പറിക്കുകയാണ്. വലിയേച്ചി ഞങ്ങളെ കൂടി നട്ടത്. ഇപ്പൊ പറിക്കാൻ ആളില്ല. വലിയേച്ചി ഒരു ചെറിയ കട കപ്പ പറിച്ചെടുത്തിട്ടുണ്ട്.
ഓ അവിടെ 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 ആ ഒറ്റ നടുവിനോട്ടല്ലേ ചേച്ചി അത് ഇങ്ങനെയല്ല അതില്ല. ആ ആ. ഇത് സിലോണല്ലേ? സിലോൺ കപ്പയാണ്. കപ്പയാ. ആ ഈ ദിവസം നമുക്ക് പറിക്കണം. ആ സുനി ഒന്ന് സഹായിച്ച വില്ലേജിനെ, അല്ലെങ്കിൽ ഞാനും വില്ലേജും കൂടി പറിക്കാം. ഇതിങ്ങനെ പിടി, ഇതിങ്ങനെ പിടിച്ച, ഇതിങ്ങനെ പിടി, ഇതിങ്ങനെ പിടി. എന്നാ നീ പിടിച്ചേ, സിനി പറിച്ചോളൂ. ആ അതെ അതെ നോക്കട്ടെ, പറിച്ച് നോക്കട്ടെ. അതിന് ഇത് കുറച്ചുള്ളൂ അല്ലേ? ആ തോട്ട് പറിച്ച് എടുത്തുണ്ടോ? എന്തോരം മാങ്ങയല്ലേ, നമുക്ക് മാങ്ങയും പറിക്കാം. വലിയച്ചി എന്തെങ്കിലും 2 വാക്ക് പറ നോക്കട്ടെ. എന്ന് പറയേ കപ്പ നട്ടിട്ട് കപ്പ നട്ടിട്ട് പറിച്ച് തിന്നാൻ ആളില്ല, പറിക്കാൻ ആരും സഹകരിക്കണില്ല. അതോടെ എൻ്റെ മനസ്സ് പോയി. ഇനി അത്ര വിഷമിച്ച ഞാൻ ഇപ്പോൾ എൻ്റെ എപ്പോൾ ഒരു കുറച്ച് നാളത്തെ ജീവിതം. വിളിച്ചാരാ നോക്കട്ടെ. തോട്ടി വെച്ച് ചേട്ടൻ്റെ പണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ തോട്ടി ഇങ്ങനെ ഉണ്ടാക്കുകയല്ലേ. ഇവിടെ പിന്നെ അതെ ഈ ചെളിമണ്ണായിരുന്നു അല്ലേ? അത് ആ തൂമ്പ റജിയോടെ ചങ്ങണേ. ചേമ്പ് പറിക്കാൻ ഞാൻ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. പഴുത്തല്ല പച്ചമാങ്ങ, നല്ല മൂവാണ്ടൻ മാങ്ങയല്ലേ ഇത്? മൂവാണ്ടൻ മാങ്ങയാന്ന് തോന്നുന്നു. കോട്ടമാങ്ങയാണത്? നാട്ടുമാങ്ങ അല്ലേ? അരിവാട് അങ്ങോട്ട് മേടിച്ചിട്ട് അവിടെ വെറുതെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂവാണ്ടൻ മാങ്ങ. ആ ദേ ആ മാങ്ങയുടെ വ്യത്യാസമുണ്ട് അല്ലേ? ഇത് വേറെ മാങ്ങയാന്ന് തോന്നുന്നു. ചക്ക ഉണ്ടായിട്ടുണ്ട്. ആ മാങ്ങ പഴുത്തിട്ടുണ്ട്. പച്ചാ കപ്പ പറിക്കണല്ലേ? കുഞ്ഞാനോട് പറഞ്ഞ ചേച്ചിയാനോട് പച്ചാനെ ചേച്ചിയോട് കിടന്നപ്പേ ഞാനും ഉണ്ടായോ? പിന്നെ ചായ കണ്ട മുകളിലേക്ക് നോക്കി ഇങ്ങനെ കപ്പ നട്ട് കഴിഞ്ഞാൽ ആർക്കും വേണ്ട. പണിയെടുത്ത് തിന്നാറായി കഴിഞ്ഞപ്പോ കപ്പയും ചക്ക ആർക്കും വേണ്ട. ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും. ഇപ്പൊ അനുഭവം ആയും കൊണ്ടുപോയി തിന്നിട്ടേ. നമ്മള് കഷ്ടപ്പെട്ട് ചുമ്മാ പോണേ പേരല്ലേ. ഈ മഴ പെയ്ത് കഴിയുമ്പോ കപ്പ ഇളതാവും. മഴ കഴിയുമ്പോ കപ്പ ഇളതാവും, പിന്നെ അതിന് ടേസ്റ്റ് കുറയും. ചക്ക കപ്പൊന്നും ആർക്കും വേണ്ട. ഓരോ തിന്നാ പിന്നെ ഓരോരുത്തർക്ക് അവനോണ്ട് വീതം കൊണ്ടുപോയിട്ടേ വാട്ടി ഉണങ്ങോ പച്ചക്ക് ഉണങ്ങോ ചെയ്യേ. അപ്പോൾ വർഷം പറക്കുമ്പോൾ നമുക്ക് അത് സമയം പോലെ കഴിക്കാം നമുക്ക്. അല്ലേ? ഞാനിപ്പോൾ ഞങ്ങൾ തോന്നത് അതെനിക്ക് വരാൻ നേരവും കിട്ടണ്ടായില്ല. ഞങ്ങൾക്ക് ഒരിക്കലും സമയമുണ്ട്. ഒരു ഞായറാഴ്ച കിട്ടുമ്പോൾ കല്യാണാവശ്യങ്ങളായിട്ടും മറ്റുള്ള ടൂർ പ്രോഗ്രാമായിട്ടും ആർക്കും സമയമല്ല. ഇപ്പോഴത്തെ ഈ സമയത്ത് ഇപ്പം മേടമാസം അവസാനം ആവാറായി. മരംകുമ്പാത്ത് പറിക്കേണ്ട കപ്പയാ. എത്ര മാസമായി? 6 മാസം കഴിഞ്ഞല്ലോ. 6 മാസം കഴിഞ്ഞു. അപ്പോൾ കാലാവധി കഴിഞ്ഞു. ഇപ്പം മൂത്ത് മുരടിച്ച് പോയി. തിന്നു കഴിഞ്ഞാൽ വയറ്റിൽ വരെ കൊള്ളാതാവും, വയറിൽ പിടിക്കാതാവും. ആ ശരി, എന്നാ നമുക്ക് കപ്പ പറിക്കാട്ടോ. കപ്പ വെച്ചോ. അപ്പോൾ കൊച്ചേച്ചി വരുന്നുണ്ട്, കണ്ടില്ല. കൊച്ചേച്ചി വരുമെന്ന് പറഞ്ഞു. അമ്മായി ക്ലാസ്സിൽ എടുക്കാം. അമ്മായി ക്ലാസ്സിന് അമ്മായി കൊണ്ടുപോക്കോ. ആർക്കും വേണ്ടെന്ന്. വേണ്ടേ? ആ തിന്ന അസുഖം. അല്ല കൊച്ചാതിന് പറിക്കണ്ട. ആവശ്യം പറിച്ച കൊണ്ടുപോയി പിള്ളേ ഞങ്ങള് കുറവാണെങ്കിൽ 2 പറിക്കാം.
ഇടിഞ്ചക്ക പറഞ്ഞു കൊടുക്കാം. ഇടിഞ്ചക്ക ആ ഇത് ഇടിഞ്ചക്ക ഇപ്പുറത്ത് അയ്യോ നോക്കി ഇറങ്ങട്ടോ. അല്ല അത് ആ അത് മതി അത് മതി അത് മതി അത് മതി. ആ ആ ഒരെണ്ണം മതി. മാങ്ങയായി ചക്കയായി കപ്പയായി. ഇങ്ങനെ വെച്ചെന്നാക്കി ഇത് നേരത്തെ പറിച്ചതാ നീ അങ്ങനെ ഇട്ടേക്കണല്ലേ. ആ അതാണ് പിന്നെ പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ കപ്പക്കൊള്ളി ഉണങ്ങി പോലെ സൂക്ഷിച്ച് വെക്കും. അല്ല ഞാൻ കൊച്ചാൻ ഇനി അടുത്ത പ്രാവശ്യം കപ്പ അവിടെ ഉണ്ടോ? ഞാൻ കപ്പാടുണ്ട്. നിങ്ങളെ ആരും ആശ്രയിക്കണ്ട. ഞാൻ നട്ടിട്ട് എനിക്ക് വന്നറിയാം. ആ കപ്പക്കൊള്ളി ഉണങ്ങരുത്. കപ്പക്കൊള്ളി വാടണം. ഇത്ര നേരം പറിച്ച കപ്പയാണിത്. കുറച്ചേ പറിച്ചിട്ടുള്ളൂ. ഇതേ മുഴുവനും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഒന്നല്ലെങ്കിൽ ഉണങ്ങണം അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറിച്ചേക്കുന്നത്. പിന്നെ കുറേ കപ്പകളൊക്കെ എലി കൊണ്ടുപോയി കണ്ടോ. സുനിയുടെ ഓട്ടോറിക്ഷയും വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഓട്ടോറിക്ഷ ഇപ്പോൾ എല്ലാം കയറ്റി വയ്ക്കാൻ പോകുന്നു. എവിടെ അത് കുട്ടപ്പൻ്റെ അപ്പോൾ കപ്പയൊക്കെ പറിച്ച് ഞങ്ങൾ വണ്ടി കയറ്റി ഞങ്ങളെല്ലാവരും കൂടെ വണ്ടി കയറിയേക്കാണ്. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയാണ്. അവരോട് ബാക്കിയുള്ള കപ്പ പറിച്ച് വിൽക്കട്ടോ. നല്ല ഒന്നാന്തരം വഴിയായിരുന്നു. വഴിയൊക്കെ ഈ കോലത്തിലായി കിടക്കുവാണ്. പിന്നെ വഴിയുടെ ഇച്ചിരി തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് വഴി ഇങ്ങനെയായി പോയത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ 2 അത്രമേൽ കഷ്ടപ്പെട്ടാണ് വണ്ടി ഇറങ്ങി ഇത്രയും ഓടി കളിച്ച് നടന്ന സ്ഥലത്താണ് ഇപ്പം ഈ കഷ്ടപ്പെട്ട് നമ്മൾ വന്നേക്കണം. അല്ലേ ചേച്ചി? അതേ ഉള്ളേ. ഇതിനൊക്കെ വെള്ളം കൊണ്ടായ കാര്യം വെള്ളം എന്തോരം വെള്ളം പഞ്ചായത്ത് കപ്പാസിറ്റി ചേച്ചി അറിയാമ ചേച്ചിയുടെ കെട്ടിക്കുന്നൊക്കെ നമ്മൾ വെള്ളം കൊണ്ടുപോയി. അന്നേരത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഭാരങ്ങളൊന്നും തോന്നിച്ചില്ല. ഇപ്പോഴാണ് ഈ ഒരിത്തിരി നേരത്തേക്ക് വന്നതിനാണ് ഇത്ര ബുദ്ധിമുട്ട്. സ്ഥിരം നടന്നപ്പോ നമുക്ക് അത്ര വിഷമം തോന്നിയില്ല. അതായത് ഈ വഴി അല്ലാണ്ട് വേറെ വഴിയില്ല. പിന്നെ അന്ന് നമ്മുടെ ചെറുപ്പമാണ് ഇതൊക്കെ ഓടി ഒറ്റ ഓട്ടം കൊടുത്ത് നമ്മുടെ വീട്ടിലെത്തും. അതുപോലെ ഓടി ഇറങ്ങിയാണ് വന്നത്. അതൊന്നും കണ്ടില്ല. അപ്പം അതുകൊണ്ട് വിളിച്ചില്ല കേട്ടോ ഞങ്ങൾ. അതുകൊണ്ടാണ് അരിഞ്ഞൊക്കെ ഇറങ്ങി വന്നത്. വീടാണ് പട്ടാൾ ചേട്ടൻ്റെയൊക്കെ വീടാണ്. അപ്പോൾ അവർ വീടൊന്നുമില്ല. അപ്പോൾ അവിടെ പൈനാപ്പിൾ നട്ടിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്ക് ഈ പൈനാപ്പിളിന്റെ ആളുകൾ വന്ന് പറിച്ചു തുടങ്ങി കാണൂരായിരിക്കും ഇപ്പം അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പൈനാപ്പിൾ ഏൽപ്പിക്കാന്ന് പറഞ്ഞത്. പൈനാപ്പിൾ ആണെങ്കിൽ പിന്നെ കാട് പിടിക്കില്ല. അതല്ലേ പറഞ്ഞ കൊടുക്കണം. ഇവിടെ ഉള്ളവരല്ലേ കാണുള്ളൂ. ഞാൻ കാണുന്നില്ല. നാട്ടിലിറങ്ങേണ്ട സ്ഥലം എത്തി. ഇറങ്ങിക്കോ. പൈനാപ്പിളിന്റെ ആൾക്കാരെ ഒന്ന് കണ്ടുവിട്ടണം കേട്ടോ. ഇവിടെ വന്നു കഴിയുമ്പോഴേ അത് ഇന്നാളെ കുറച്ച് കെട്ടുമ്പോൾ അവർക്ക് സമയപ്പോഴെന്ന് അറിയട്ടെ. അന്വേഷിക്കാതെ അല്ലാണ്ട് വേറെ പണിയാണ്. അവിടെ കുടുംബശ്രീ ചെയ്യോ? കുടുംബശ്രീക്കാര് വല്ല ചെയ്യോ? ആരെങ്കിലും ചെയ്യേ. ഞാനില്ല ഈ പണിക്ക്. നോക്കാം.